ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് വൈറ്റി. ഇന്ന് നമുക്ക് റീഡിങ്ങിൻ്റെ ഒരു സി പാർട്ട് ചെയ്താലോ? ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് കടക്കാം. കാരണം ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യനും ഓപ്ഷൻസും എല്ലാം നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നോക്കുക. എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം തന്നെ അറിയാമല്ലോ, ഒരു പാരഗ്രാഫ് വായിക്കുന്നതിന് മുന്നും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് ആ പാരഗ്രാഫിലോട്ട് പോകേണ്ടത്. അപ്പോൾ ദ ഫൈനൽ പാരഗ്രാഫ് മെൻഷൻസ് ദാറ്റ് കൺഫർമേഷൻ ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ് റിഗാർഡിങ്. അതിൻ്റെ മീനിങ് നല്ല കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ്റെ മീനിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് വന്നു പോയാൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ഡിഫറൻസ് വന്നു പോയാൽ, തെറ്റ് വന്നു പോയാൽ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് റോങ് ആയി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ വാക്കുകളുടെയും അർത്ഥമെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാകുന്നില്ല എങ്കിൽ ഓരോ വാക്കിൻ്റെയും അർത്ഥം ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഓപ്ഷൻ്റെ ആൻസറിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ്, ഫൈനൽ പാരഗ്രാഫ് എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ദാറ്റ് കൺഫർമേഷൻ ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ് റിഗാർഡിങ്. ഇതുവരെ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. റിഗാർഡിങ് എന്തിനെക്കുറിച്ചാണ് ഇതുവരെ കൺഫർമേഷൻ, അതായത് ഉറപ്പ് ലഭിക്കാത്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈനൽ പാരഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം എന്തിനെക്കുറിച്ചാണ് ഇതുവരെ കൺഫർമേഷൻ കിട്ടാത്തത് അല്ലെങ്കിൽ ലഭിക്കാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു ഫൈനൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതെന്ത് കാര്യത്തിനെക്കുറിച്ചാണ്? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ് എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ ഹാസ് എന്ന് പറയുമ്പം ഇവിടെയാണ് നമ്മൾക്ക് ഇങ്ങനെയാണ് OET എപ്പോഴും കൊടുക്കുന്നത്. OETയുടെ ട്രിക്കി ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം. ഹാസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കും എന്തോ ഉള്ള കാര്യം, എന്തോ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് ഓർക്കും. അങ്ങനെയല്ല, ഉണ്ടോ, നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ്. ആ യെറ്റ് ടു ബി എന്നുള്ള വന്നപ്പോൾ കംപ്ലീറ്റ്ലി മീനിങ് മാറിപ്പോയി. ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് OETയുടെ ഒരു ട്രിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവൻ ദോ ഹാസ് ഈസ് എ പോസിറ്റീവ് മീനിങ്, നമുക്ക് യെറ്റ് ടു ബി റിസീവ്ഡ് എന്നുള്ളതിൻ്റെ കൂടെ വന്നപ്പോൾ എൻറ്റയർലി ആ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീനിങ്, ജസ്റ്റ് ഓപ്പോസിറ്റ് മീനിങ് നമുക്ക് കിട്ടുവാണ്. ഈ ഒരു ക്വസ്റ്റ്യന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഇങ്ങനെയുള്ള ഫ്രേസസ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് OETയുടെ ഒരു ഭയങ്കര ഒരു ഹോബിയാണ്. അപ്പോൾ അതെന്താണെന്നറിയാം, അവർക്കറിയാം ശരിക്കും മീനിങ് ഇംഗ്ലീഷിൻ്റെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ഹാസ് യെറ്റ് ടു ബിയുടെ ഒരു അർത്ഥം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നോക്കിയേ, ഞാൻ നിങ്ങളോട് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ 3 മിനിറ്റിനടുത്ത് തന്നേക്കുവാണ്. അത് എൻ്റെ വീഡിയോ ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ടല്ല, അത് ക്ലിയറായിട്ട് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, മൊത്തം കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കഴിവതും ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലനേഷൻ തരാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ആവറേജ് സ്റ്റുഡൻസാണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസാണ് എന്നെപ്പോലെയുള്ള ഒരാളുടെ വീഡിയോ കാണുകയുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി കഴിവുള്ളവരുടെ വീഡിയോസ് ഇടുന്നുണ്ട്. ഒരുപാട് കഴിവുള്ളവരാണ് ഇടുന്നത്, എന്നെക്കാളും വലിയ കഴിവുള്ളവരാണ് എല്ലാം ഇടുന്നത്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ തരുമ്പോൾ ബിലോ ആവറേജോ അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇത്രയും ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അഡ്മിഷൻ പിള്ളേർ വരുന്നുണ്ട്. സോ ഞാൻ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവണം ഇനി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു 3 മിനിറ്റ് എടുത്തത്. സ്കിപ്പ് ചെയ്ത് പോകരുത്, കൃത്യമായിട്ട് കാണണം. അപ്പോൾ ആ ഒരു ഹാസ് യെറ്റ് ടു ബി വരുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാരഗ്രാഫിലോട്ടേക്കൊന്ന് വരാം. എന്തിനെക്കുറിച്ചാണ് ഇതുവരെ ഒന്നും ലഭിക്കാത്തത് എന്നുള്ളതാണ് വരുന്നത്.
ഇനി നമ്മുടെ പാരഗ്രാഫ് വായിക്കാം. ദ ഫസ്റ്റ് CRPS ട്രയൽ ഈസ് അണ്ടർ വേ ടു വാലുവേറ്റ് ദ എഫിക്കസി ആൻഡ് സേഫ്റ്റി ഓഫ് നിറിഡ്രോണേറ്റ്, എ ന്യൂ ബയോസ്ഫോണേറ്റ്. അത് ഒരു മെഡിക്കേഷനാണ് കേട്ടോ. നിറിഡ്രോണേറ്റും അതുപോലെ ബയോസ്ഫോണേറ്റും ഒക്കെ അതെല്ലാം ഒരു കാറ്റഗറി ഓഫ് ഒരു ഡ്രഗാണ്. വിച്ച് ഈസ് എ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഓൾറെഡി വൈഡ്ലി യൂസ്ഡ് ടു പ്രിവെൻറ്റ് ആൻഡ് ട്രീറ്റ് ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കേഷൻ, ഒരു കാറ്റഗറിയെക്കുറിച്ചാണ് പറയുന്നത്. നിറിഡ്രോണേറ്റും അതുപോലെ തന്നെ ന്യൂ ബൈസ്ഫോണേറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ എന്ത് നടത്തുന്നത് ഈ ഫസ്റ്റ് CRPS ട്രയൽ അണ്ടർവേ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു എത്രത്തോളം എഫിക്കസി ഉണ്ട്, എത്രത്തോളം സേഫ്റ്റിയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയൽ നടന്നത്. This is a placebo-controlled clinical trial and has completed enrollment of 230 patients at 59 sites in the US and Europe. അപ്പോൾ അവിടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറയുന്നത്. എന്താണ് നടന്നത്? ഒരു പ്ലേസ്ബോ കൺട്രോൾഡ് ക്ലിനിക്കൽ ട്രയൽ നടന്നു. എത്ര പേരെയൊക്കെ വെച്ചിട്ട് 59 സൈറ്റിൽ നിന്നായിട്ട് ഒരു 230 പേഷ്യൻസ് ട്രയൽ എൻറോൾമെൻറ്റിനകത്ത് കൂടിയിട്ടുണ്ട്. എവിടെയൊക്കെ? US-ലും യൂറോപ്പിലും. അപ്പോൾ ഈ ഒരു എത്രത്തോളം ഈ മെഡിക്കേഷൻ്റെ സേഫ്റ്റി എഫിക്കസി ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം പേഷ്യൻസ് US-ൽ നിന്നും യൂറോപ്പിൽ നിന്നുമായിട്ടും കൂടെ കൂടിയിട്ട് അവരുടെ CRPSൻ്റെ ഫസ്റ്റ് ട്രയലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് ഷോർട്ട്ലി പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ പാരഗ്രാഫിലോട്ടേക്ക് നമ്മുടെ അടുത്ത സെൻറ്റൻസിലേക്ക് പോവുകയാണ്. ഡെബി ഈസ് വൺ ഓഫ് ദ ട്രയൽ പാർട്ടിസിപ്പൻസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുവാണ്. ഡെബിയാണ്. ഓക്കെ, ഡെബി എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും. ഡെബി അതിനകത്തെ ഓരോ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. ആൻഡ് ഹാസ് റിസീവ്ഡ് സെവറൽ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻസ്. എന്തൊക്കെ സ്വീകരിച്ചു അയാൾ? ഒത്തിരി ഇൻട്രാവീനസ് IV ഫ്ലൂയിഡ് ഒത്തിരി എടുത്തു എന്നാണ്. ഇൻഫ്യൂഷൻ ഒത്തിരി അയാൾ സ്വീകരിച്ചു. ഡെബി ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുമാത്രമല്ല കുറേ സെവറൽ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻസ് സ്വീകരിക്കുകയും ചെയ്തു. നെയ്തർ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഹാസ് എറ്റ് ടു ബി എന്നുള്ള ക്വസ്റ്റ്യനോട് ചേർന്ന് കൊണ്ട് കണ്ട ഒരു, എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കണക്റ്റീവ്സിനടുത്ത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാവില്ല കേട്ടോ. 8 ക്വസ്റ്റ്യൻസ് ഒരു പാർട്ടിൽ നിന്നും ഉണ്ട് നമുക്കെങ്കിൽ അതിനകത്ത് മോസ്റ്റ്ലി എക്സാമിന് നമ്മുടെ ടെൻഷൻ മൂലമാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്. ഒരു 4 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ എങ്കിലും എപ്പോഴും ഇങ്ങനെയുള്ള കണക്റ്റീവ്സ് വെച്ചിട്ട് അതിനടുത്ത് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ തന്നെ എങ്ങനെ പോയാലും നമുക്ക് ആൻസർ ഉണ്ടാവും, നമുക്ക് വരാം. നെയ്തർ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുവാണ്, നെയ്തർ ഷീ ഓർ ഓക്ലാൻഡർ ആർ അവെയർ ആസ് യെറ്റ് ഈഫ് ഷീ റിസീവ്ഡ് നിറിഡ്രോണേറ്റ് ഓർ എ പ്ലേസ്ബോ. കണ്ടോ, നമുക്ക് ഇത് ക്വസ്റ്റ്യനകത്തുണ്ട്. ആർ യെറ്റ് ഈഫ് ഷീ യെറ്റൊക്കെ ക്വസ്റ്റ്യനകത്തുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനകത്തുള്ള സെയിം വേർഡ്സ് തന്നെ നമ്മൾ ഓപ്ഷനിൽ വളരെ റെയറാണ് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചാൽ നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. മിക്കവാറും ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമ്മുടെ ആൻസർ ഉണ്ടാകാം. എന്താണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥമെന്ന് ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങളോട് എത്രത്തോളം ക്ലിയറായിട്ട് വായിക്കാൻ പറഞ്ഞുവോ അത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങളോട് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ പറയുവാണ്. ഇതിൻ്റെ മീനിങ് കൃത്യമായിട്ട് വായിക്കാൻ പറയുവാണ്. എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്? നെയ്തർ ഷീ നോർ ഓക്ലാൻഡർ ആർ അവെയർ ആസ് യെറ്റ് ഇഫ് ഷീ റിസീവ്ഡ് നിറിഡ്രോണേറ്റ് ഓർ എ പ്ലേസ്ബോ. അവൾക്കോ ഓക്ലാൻഡറിനോ ഇതുവരെ നിറിഡ്രോണേറ്റ് ഓർവ പ്ലാസിബോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അവർക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ദേ ആർ നോട്ട് അവെയർ ഓഫ് എബൌട്ട് ദാറ്റ്. ദേ ആർ നോട്ട് അവെയർ. വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അവർക്ക് ഇതുവരെ അറിയില്ല എന്നാണ് പറയുന്നത്. ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇഫ് ദിസ് ട്രയൽ ഫൈൻഡ്സ് നിറിഡ്രോണേറ്റ് ടു ബി സേഫ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് റിസീവ്സ് അപ്രൂവൽ ടു ബി മാർക്ക്ഡ് ഫോർ CRPS. ഈ ട്രയൽ എന്ത് കണ്ടുപിടിച്ചു? അത് സേഫാണോ എഫക്റ്റീവാണോ, അതിന് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് കണ്ടുപിടിച്ചു എന്നുള്ളത് പറയുവാണ്. ഇറ്റ് വിൽ ബി ഹിസ്റ്റോറിക് സേസ് ഓക്ലാൻഡർ. അത് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ചരിത്രപരമായിട്ട് തന്നെ വരുമായിരുന്നു എന്നാണ്. ഇഫ് ദിസ് ട്രയൽ ഫൈൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഹിസ്റ്റോറിക്, ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാകുമായിരുന്നു എന്നാണ് ഓക്ലാൻഡർ പറയുന്നത്. ഇറ്റ്സ് ഓൺലി വെൻ ദെയർ ഈസ് ആൻ അപ്രൂവ്ഡ് ഡ്രഗ് ദാറ്റ് ദെയർ ഈസ് അഡ്വർടൈസിങ്. അപ്പോൾ അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ഓൺലി വെൻ ദെയർ ഈസ് ആൻ അപ്രൂവ്ഡ് ഡ്രഗ് ദാറ്റ് ദെയർ ഈസ് അഡ്വർടൈസിങ് വിച്ച് ഇൻക്രീസസ് പബ്ലിക് അവയർനെസ് ആൻഡ് സ്പേഴ്സ് ഡോക്ടേഴ്സ് ടു ലേൺ മോർ. ഡോക്ടേഴ്സിന് ഒത്തിരി പഠിക്കാനായിട്ടും പറ്റുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്തുനിന്നും
എല്ലാം നമ്മൾ ഇതൊക്കെ എക്സ്പ്ലനേഷൻ വരുന്നത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല, ആർ അവെയർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കോ അയാൾക്കോ അത് കണ്ടുപിടിക്കാനായിട്ട് അവെയർ ആകാനായിട്ട് സാധിച്ചില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നുകൂടെ കൂടി അവർ ഊന്നി പറയുന്ന, അല്ലെങ്കിൽ അതിനോട് സഹകരിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇനിയെല്ലാം കാണുന്നത്. വിച്ച് ഇൻക്രീസസ് പബ്ലിക് അവെയർനെസ്. ആ സെൻറ്റൻസ് കഴിഞ്ഞു. ഷീ ആർട്സ്, അവൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ട്രയൽ. അവൾക്ക് എന്ത് തോന്നിപ്പിച്ചു? ഈ ട്രയലിൽ പങ്കെടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിപ്പിച്ചു. ബിക്കോസ് ഇറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ വേൾഡിന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുവാണ്. ദാറ്റ് CRPS ഈസ് എ റിയൽ മെഡിക്കൽ ഡിസീസ്. CRPS എന്ന് പറയുന്ന കണ്ടീഷൻ, CRPS എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹെഡിങ്, അത് നിങ്ങൾക്ക് കാണാമല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ മാത്രം ഷെയർ ചെയ്തിരിക്കുന്നത്. അത് CRPS എന്ന് പറയുന്നത് കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം എന്നുള്ളതാണ് കേട്ടോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട്, വേൾഡിൽ തന്നെ റിയലായിട്ടുള്ള ഒരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് പറയുവാണ്. ദാറ്റ് ഡിസേർവ്സ് ഹൈ ക്വാളിറ്റി ട്രയൽസ്. ഇനി വളരെ ക്വാളിറ്റിയുള്ള ട്രയൽസ് വേണം എന്നാണ് ആര് പറയുന്നത്? ഓക്ലൻഡർ ആഡ് ചെയ്യുന്നത്. ദിസ് കുഡ് ബി എ ലാൻഡ്മാർക്ക് ട്രയൽ. അപ്പോൾ എന്താകും? ഇത് ഒരു ലാൻഡ്മാർക്ക് ട്രയലാകും എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് പോകാം. വെദർ ഡെബി വാസ് ഗിവൺ ദ നിർഡ്രനേറ്റ് ഇൻഫ്യൂഷൻ. എന്താണ് ക്വസ്റ്റ്യനുമായിട്ട് ചേർന്ന് വരുന്നത്? ഡെബിക്ക് നിർഡ്രനേറ്റ് ഇൻഫ്യൂഷൻ നൽകിയിരുന്നോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. വെദർ, അത് ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ, ദ ഫൈനൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എൻറോൾമെൻറ്റ് ടു ദ ട്രയൽ. അല്ല, ഫൈനൽ പാർട്ടിസിപ്പൻസ് ഓഫ് എൻറോൾമെൻറ്റ് ഓഫ് ദ ട്രയൽ അല്ല, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. കാരണം ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ് എന്ന് വെച്ചാൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ പാരഗ്രാഫിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം, കൃത്യമായിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 230 പേഷ്യൻസ് ഓഫ് 59 സൈറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നമുക്ക് ഡൗട്ട്ഫുൾ അല്ല, അത് കറക്റ്റായിട്ട് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എലിമിനേറ്റ് ചെയ്യുക, അതല്ല ആൻസർ. ഹാവിങ് ദ ബാക്കിംഗ് ഓഫ് ദ എൻറ്റയർ മെഡിക്കൽ കമ്മ്യൂണിറ്റി. മെഡിക്കൽ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ എന്നുള്ളതാണോ ഇതുവരെ ലഭിക്കാത്തത്? ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ്, ഇതുവരെ ലഭിക്കാത്തത് എന്നാണ് അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിട്ടില്ല അല്ലേ. അവരുടെ ഒരു ലഭിക്കാത്തതാണോ എന്നുള്ളത് അവരിവിടെ കൊടുത്തിട്ടില്ല. നമ്മുടെ പാരഗ്രാഫിനകത്തൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ദ അപ്രൂവൽ ഫോർ പബ്ലിക് അഡ്വർടൈസിങ് ക്യാമ്പയിൻസ്. ഓക്കെ, ഒരു പബ്ലിക് അഡ്വർടൈസിങ് ക്യാമ്പയിൻസിൻ്റെ അപ്രൂവലായിരുന്നോ ഇതുവരെ ലഭിക്കാത്തത്? അപ്പോൾ ഇവിടെ അങ്ങനെയൊരു ലഭിക്കാത്തത് എന്നുള്ളത് ഇവരിവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. ലഭിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊന്ന് നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഓൺലി വെൻ ദർ ഈസ് ആൻ അപ്രൂവ്ഡ് ഡ്രഗ് ആൻഡ് ദർ ഈസ് അഡ്വർടൈസിങ് വിച്ച് ഇൻക്രീസസ് പബ്ലിക് അവെയർനെസ് ആൻഡ് സ്പേഴ്സ് ഡോക്ടേഴ്സ് ടു ലേൺ മോർ. കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു അപ്രൂവൽ ഓഫ് പബ്ലിക് അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് പറയുന്നില്ല. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് നമ്മൾക്ക് ഡൗട്ടായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ പാരഗ്രാഫിനകത്ത് നമുക്ക് കാണാം, നെയ്തർ ഷീ ഓർ ഓക്ലാൻഡർ ആർ അവെയർ ആസ് യെറ്റ് ഇഫ് ഷീ റിസീവ്സ് നിർഡ്രനേറ്റ് ഓർ എ പ്ലേസ്ബോ. അവർക്ക് അറിയത്തില്ല, അവർക്കത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ ഓപ്ഷൻ പറയുന്നത്. വെദർ ഡെബി വാസ് ഗിവൺ ദ നിർഡ്രനേറ്റ് ഇൻഫ്യൂഷൻ. നൽകിയിരുന്നോ? വെദർ എന്ന് വെച്ചാൽ നൽകിയിരുന്നോ? ഡെബി വാസ് ഗിവൺ, വാസ് ഗിവൺ കൂടെ കൂടി ചേർക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുവാണ്. അവർക്ക് കൊടുത്തിരുന്നോ, നൽകിയിരുന്നോ എന്നുള്ളത് അവർക്കറിയില്ല. ഹാസ് യെറ്റ് ടു ബി റിസീവ്ഡ്, ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ളൊരു കൺഫർമേഷൻ ആൾക്ക് കുറേ, ഈ ഡെബിക്ക് കുറേ പക്ഷേ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുറേ സെവറൽ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. സെവറൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മുടെ കുറേ ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചെക്ഷൻസ് നമ്മൾ കൊടുക്കുവാണ്. ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു ഒരു ട്രയലിന് വേണ്ടിയിട്ട് DNS, NS ഇതെല്ലാം നമ്മൾ കൊടുക്കുവാണ്. പക്ഷെ ക്വസ്റ്റ്യൻ വന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മളോട് വേറൊരു ഇൻഫ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ, അതായത് അതിൻ്റെ പേര് ഇവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിർഡ്രനേറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇല്ല, നമുക്ക് ഐഡിയ ഇല്ല. ആ ഒരു മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല. കുറേ മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കുറേ മെഡിക്കേഷൻ അയാൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പർട്ടിക്കുലർലി നിർഡ്രനേറ്റ് എന്ന് പറയുന്ന ഒരു മെഡിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് രണ്ടുപേർക്കും
ഉറപ്പില്ല, അവർക്ക് അറിയാൻ പാടില്ല. അത് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ എയും പറയുന്നത്. അപ്പോൾ ക്ലിയർലി ദ ആൻസർ ഈസ് എ ഓപ്ഷനാണ്. മറ്റു മൂന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ ഫ്രേസസ്, സ്റ്റേറ്റ്മെൻറ്റ്, മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ദ ഓപ്ഷൻസ്, ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് റൈറ്റ് ആൻസർ. സോ അതിലോട്ട് പോവുക, കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓരോ ക്വസ്റ്റ്യൻ ആൻസറും ഇപ്പോൾ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്താണ് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ച് തന്നത്. ഒരു 10 മിനിറ്റ്സോളം നമ്മളത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഓരോ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു ആൻസറിന് 2 മിനിറ്റ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 2 മിനിറ്റ്സ് എന്നുള്ളത് 1.5 മിനിറ്റ്സ് തൊട്ട് 2 മിനിറ്റ്സ് വരെ അതിനുള്ളിൽ ടൈം എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് ഒരു 2 മിനിറ്റ്സിന് മുന്നേ തന്നെ ഒരു ആൻസർ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.